How they make you feel says a lot about them and nothing about you. Trust me when I say, someone who makes you question if you're worthy of being loved is not worthy of being loved by you. മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതി അത് അവരുടെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്, നമ്മളുടെ കുറവുകളെയല്ല. നമ്മൾ സ്നേഹത്തിന് അർഹരാണോ എന്ന് നമ്മളിൽ സംശയം ജനിപ്പിക്കുന്ന വിധം ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ സ്നേഹത്തിന് അർഹരല്ലെന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ എന്ന ആശയം ഓർമ്മപ്പെടുത്തുകയാണ് ബിയാങ്ക സ്പാരസിനോ ദ സ്ട്രെങ്ത് ഇൻ അവർ സ്കാർസ് എന്ന ഈ പുസ്തകത്തിലൂടെ. ഹീലിംഗ്, സെൽഫ് ലവ്, റെസീലിയൻസ് എന്നീ ആശയങ്ങളാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. വളരെ റോയും റിയലുമായിട്ടുള്ള എഴുത്താണ് ഇതിലുള്ളത്. ചെറുതും വലുതുമായ കുറിപ്പുകൾ, നമ്മളുടെ ജീവിതത്തിലെ ഇനിയും ഉണങ്ങാത്ത മുറിവുകളും ഇനിയും പൊരുത്തപ്പെടാത്ത ജീവിതത്തിലെ ഏടുകളുമായി പൊരുത്തപ്പെടുവാൻ ഇതിലുള്ള കുറിപ്പുകൾ സഹായിക്കുന്നു. മൂവിങ് ഓൺ എളുപ്പമല്ലെങ്കിലും നമ്മളെ നമ്മൾ വീണ്ടെടുക്കുന്ന പ്രോസസ്സിന് അതൊരു തടസ്സമാകരുത്. നിങ്ങളെ തകർത്തത് എന്താണോ അത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ വെട്ടിത്തുറന്ന് ഓപ്പണായി ക്ലിയറായി പറയാനും പഠിക്കണം. നമ്മളുടെ ലൈഫിൽ നിറയെ ആളുകൾ വന്നും പോയും ഇരിക്കും. എന്നാൽ ആ യാത്രയിൽ എല്ലാവരും തുടരുമെന്ന് വിചാരിക്കരുത്. ചിലർ വരും, ചിലർ പോകും. ചിലർ വന്ന് എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കും, മറ്റു ചിലർ എങ്ങനെ സ്നേഹിക്കരുതെന്നും. ആരൊക്കെ വന്നാലും പോയാലും അവർ തന്നു പോകുന്ന ഓർമ്മകളും പഠിപ്പിക്കുന്ന കാര്യങ്ങളും കൈവിടാതിരിക്കുക. നിങ്ങൾ സന്തോഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണെന്നും നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൈവശം തന്നെ വെക്കണമെന്നും ഈ പുസ്തകം പറയുന്നു. ആരൊക്കെ നിങ്ങളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ സ്വയം സ്നേഹിക്കണം. നമ്മളെ പൂർണ്ണരാക്കാൻ നമ്മൾക്ക് ആരെയും ആവശ്യമില്ലെന്നും ഇത്രയും നാളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത സ്നേഹം അത്രയും ഇനി നാം നമ്മൾക്ക് തന്നെ നൽകണമെന്നും ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നു. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ ജീവിതം സന്തോഷമായി ജീവിക്കണമെന്നും ചെറുതും വലുതുമായ നന്മകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നും ജീവിതത്തിൽ ഇനിയും ഹോപ്പ് ഉണ്ടെന്നും മനസ്സിലാവും. ദ സ്ട്രെങ്ത് ഇൻ അവർ സ്കാർസ്, നമ്മുടെ മുറിവുകളിലൂടെ നാം നേടിയ കരുത്ത്. ഈ പുസ്തകം വായിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുമല്ലോ. അല്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കൊണ്ടുവരുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.